തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാനങ്ങൾ തടസ്സപ്പെട്ടതോടുകൂടി, അതായത് റദ്ദാക്കിയതോടുകൂടി പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിരവധി പേർ. ഇപ്പോൾ തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി എത്തിയതാണ് ദിവാനുലി. അദ്ദേഹം ജോലിക്ക് വേണ്ടിയിട്ട് സൗദിയിലേക്ക് പോകാൻ എത്തിയാണ്. ബ്രോ ஒரு நிமிஷம், அவங்க என்ன சொல்கிறீங்க? அவங்க ஏர் இந்தியா தான், குவைத்துக்குள்ளே நாங்கள் டச் இல்லை, அவங்க வேறு செக்ஷன் சொல்லுவாங்க. நீங்கள் எப்போ இங்கே வந்த? நான் காலையில் 3 மணிக்கு வந்தேன். 3 மணிக்கு வந்துட்டு அப்புறம் பார்த்தேன், ஆள்லாம் சொன்னாங்க இல்லை போர்டிங் இன்னும் இப்போது திறக்கலை, எதுவுமே உள்ள எதுவும் இது ரன்னிங் ஆகலை அப்படின்னாங்க. ஒரு 2 மணி நேரம் கழிச்சு வாங்க அப்படின்னாங்க. 2 மணி நேரம் கழிச்சு வந்தாலுமே அது ரெஸ்பான்ஸ் எதுவுமே இல்லை. நீங்கள் இங்கே வந்ததுக்கு அப்புறம் தான் இங்கே ஃப்ளைட்டு கேன்சல் பண்ணுறா கேன்சல்னு டிஸ்பிளேல காமிக்காங்க கேன்சல்டு. ஆனால் முன்னாடி வந்து டிஸ்பிளேல வந்துட்டு கேன்சல்னு காமிக்கவே இல்லை, செக்கிங்னு தான் காமிச்சிட்டாங்க. அதுக்கப்புறம் டிஸ்பிளே ஆஃப் பண்ணிட்டாங்க. ஆஃப் பண்ணிட்டு அதுக்கப்புறம் எதுவுமே ரெஸ்பான்ஸ் இல்லை. இப்போது 2 மணிக்கூர் அப்புறம் வர சொல்ல, அதுக்கப்புறம் என்ன நடந்துடுச்சு? இப்போது அதுக்கப்புறம் வந்துட்டு இவங்ககிட்ட கேட்டால் வந்துட்டு எனக்கு தெரியாது, ஃப்ளைட்லாம் கிளம்பிடுச்சு, ஃப்ளைட்டு இல்லை அப்படிங்காங்க, கேன்சல் ஆகிடுச்சுட்டாங்க. கேன்சல் ஆகிட்டு அதுக்கப்புறம் டிக்கெட் செக் பண்ண பார்க்கல, இது இவங்க சொல்கிறாங்க ஏர் இந்தியாக்குள்ளது தான் நாங்கள் ரீப்ளேஸ் பண்ணுவோம், இது குவைத்துக்குள்ளது எங்களுக்குள்ளது இல்லை அப்படிங்காங்க. என்னைக்கு டிக்கெட் கிடைக்கும் அது தெரியல, அது இந்த கன்ஃபார்ம் பண்ணி ஒன்றுமே சொல்லலை. ஒன்றுமே சொல்ல இந்த பேசிட்டு நான் சொல்கிறேன். வேலைக்கு போகிறேன், லீவுக்கு வந்ததா? லீவுக்கு வந்தது, 2 மாதம் லீவுக்கு வந்தது. என்னைக்கு வேலைக்கு ரீஜாயின் பண்ணோம்? ரீஜாயின்ட்டு நாளைக்கு இல்லை நாளை கழிச்சு இப்போ பேசிக்கிட்டு நாங்கள் பேசிட்டு. அங்கே எந்தாவது பிரச்சனை ஆகுமா இன்னைக்கு? எத்தனை எத்தனைனா பிரச்சனை ஆகும், பிரச்சனை இல்லை, நான் பேசிட்டு நான் சொல்கிறேன். അപ്പോൾ ഇതിൽ പ്രധാന പ്രശ്നം ഇത്തരത്തിൽ ദിവാനുലിയെപ്പോലെ നിരവധി പേരാണ്. അതായത് ദിവാനുലി രാവിലെ 1 മണിക്ക് ഇവിടെ വന്നതാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ ആ നേരത്തെ ദൃശ്യത്തിൽ കണ്ട ആ ബോർഡിൽ ക്യാൻസൽഡ് എന്ന് ഉണ്ടായിരുന്നില്ല, പകരം ചെക്ക് ഇൻ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇവിടെ ചെക്ക് ഇൻ ചെയ്യുന്നതിനും ബോർഡിംഗ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയപ്പോൾ ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. തീരുമാനമായിട്ടില്ല എന്ന രീതിയിൽ എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തു നിന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് അല്പനേരം 1 മണിക്കൂറിന് ശേഷം വന്ന് ചോദിക്കുമ്പോൾ ഫ്ലൈറ്റ് റദ്ദാക്കിയെന്നും ഇപ്പോൾ പോകാൻ കഴിയില്ല എന്നും അവർ അറിയിക്കുകയുണ്ടായി. പിന്നീട് വീണ്ടും സംസാരിക്കുമ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് വരാനാണ് എയർ ഇന്ത്യ അധികൃതർ പറഞ്ഞത്. 2 മണിക്കൂർ കഴിഞ്ഞ് ചെല്ലുമ്പോൾ വീണ്ടും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയും ഉണ്ടാകുന്നില്ല. 1 മണിക്ക് എത്തിയവർ ഇപ്പോൾ ഏകദേശം 9 മണിയാകാറായി, ഏകദേശം 8 മണിക്കൂറായി എന്ത് ചെയ്യണമെന്നറിയാതെ ഈ വിമാനത്താവളത്തിൽ ഉടനീളം നടക്കുകയാണ്. എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടി അല്ലെങ്കിൽ മറുപടി ഉണ്ടാകുന്നില്ല. എന്നേക്ക് അവരുടെ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്യാനാകും, എന്നേക്ക് ജോലിക്ക് പ്രവേശിക്കാനാകും എന്നതാണ് ഇവരുടെ ഒരു സംശയം. ഇന്ന് ഇവിടെ നിന്ന് പുറപ്പെട്ട് നാളെ സൗദിയിലെ ജോലി റീജോയിൻ ചെയ്യേണ്ടതായിരുന്നു ദിവാനുലിക്ക്. എന്നാൽ നാളെ അവിടേക്ക് എത്തിയില്ലെങ്കിൽ ജോലി അടക്കം ഇത് ബാധിക്കുമോ എന്നൊരു ആശങ്ക ഈ യുവാവിനുണ്ട്. എന്തായാലും ആ ആശങ്ക പരിഹരിക്കപ്പെടട്ടെ എന്ന ഒരു പ്രത്യാശയോടുകൂടി വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.